ടെക്നിക്കൽ അക്വാപോണിക്സ് ജിയിലേക്ക് സ്വാഗതം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പുതിയ കുളത്തിലേക്ക് നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾ നിക്ഷേപിക്കുമ്പോൾ മരണനിരക്ക് കുറയ്ക്കുന്ന ക്വാറന്റൈൻ പ്രോസസ്സിനെ പറ്റിയിട്ട് നമ്മൾ ദിലീപ് സാറ് ഇവിടെ വിശദീകരിക്കുന്നതാണ്. നമുക്ക് അത് കേൾക്കാം. എന്തിനാണ് ക്വാറന്റൈൻ ചെയ്യുന്നത്? ക്വാറന്റൈൻ ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണ്? കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും അറിയാം മീനെ പിടിക്കുമ്പോൾ മുറിവുകൾ സംഭവിക്കുമെന്നുള്ളത്. ഈ മുറിവുകൾക്ക് ഒരു ചെറിയ പരിഹാരം എന്നുള്ള നിലയിലാണ് നമ്മൾ ഉപ്പുവെള്ളത്തിൽ 5 സെക്കൻഡ് മുക്കുന്നത്. പിന്നെ അതിനുശേഷം മീനിൻ്റെ മുകളിലുണ്ടാകുന്ന ഒരു വഴുവഴുപ്പുണ്ട്, അത് നമ്മുടെ സ്കിന്ന് പോലെ ആക്ട് ചെയ്യുന്ന സാധനമാണ്. അത് ഈ യാത്രാമധ്യേ അവർ പരസ്പരം ഒരഞ്ഞിട്ടും നമ്മൾ പിടിക്കുന്നതിൻ്റെ ഇടയിലുമായിട്ട് അത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അതിന് ഒരു താൽക്കാലികമായ ഒരു പ്രൊട്ടക്റ്റീവ് കവർ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പൊട്ടാസ്യം പെർമാനേറ്റ് ലൈനിയിൽ 5 മിനിറ്റ് എയറേഷൻ കൊടുത്ത് 5 മിനിറ്റ് പൊട്ടാസ്യം പെർമാനേറ്റ് ലൈനിയിൽ നമ്മൾ അതിനെ നിക്ഷേപിക്കുന്നത്. അതിനുശേഷം ആ ലൈനി കളഞ്ഞ് വലയിൽ കുട്ടികളെ മാത്രമായി എടുത്തതിന് ശേഷം നമ്മൾ ഇത് പോണ്ടിലേക്ക് നിക്ഷേപിക്കുന്നു. ഈ പോണ്ടിലേക്ക് നിക്ഷേപിച്ച കുട്ടികളെ പിന്നെ ഈ വല കൊണ്ട് പിടിക്കരുത്, ഈ ബക്കറ്റ് ആ പോണ്ടിലേക്ക് കൊണ്ടുവരരുത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ബംഗാളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള മത്സ്യക്കുട്ടികളെ ക്വാറന്റൈൻ ചെയ്യേണ്ടത് എന്നാണ്. ക്വാറന്റൈൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഈ പാക്കറ്റ് ഇവിടെ ഉണ്ട്, മീൻകുട്ടികളുടെ പാക്കറ്റ് ഇവിടെ ഉണ്ട്, അത് പൊട്ടിക്കുക. കുട്ടികളെ എടുത്ത് നമ്മൾ നോക്കുന്നു, തീരെ പൊടിക്കുട്ടികളാണ്, 0 സൈസ് കുട്ടികളാണ്. ഈ കുട്ടികളെ നമ്മൾ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി 20 മിനിറ്റ് പോണ്ട് കണ്ടീഷനിലേക്ക് നിക്ഷേപിക്കുകയാണ്. മിനിറ്റിന് ശേഷമാണ് നമ്മൾ ക്വാറന്റൈൻ പ്രോസസ്സിലേക്ക് കടക്കാൻ പോകുന്നത്. ഇതൊരുവിധം ക്വാളിറ്റിയുള്ള സീഡാണ്. ഇതിൻ്റെ മരണനിരക്ക് വളരെ വളരെ കുറവാണ്. ഇതിൽ ഒരെണ്ണം പോലും ചത്തായിട്ട് കാണുന്നില്ല. ഇപ്പം നമ്മുടെ മീൻകുട്ടികളെ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ടിട്ട് ഏകദേശം 20 മിനിറ്റ് ആവുകയാണ്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആദ്യത്തെ 3 ബക്കറ്റ് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു ബക്കറ്റ് കാലി വെക്കണം. രണ്ടാമത്തെ ബക്കറ്റിൽ അയോഡിൻ ഇല്ലാത്ത കല്ലുപ്പ്, അയോഡിൻ ഇല്ലാത്ത ഉപ്പ് ഒരു പിടി നിറയ്ക്കുക. അയോഡിൻ ഇല്ലാത്ത കല്ലുപ്പ് ഒരു പിടി ഇതിലിട്ടു. അടുത്തത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് ഞാൻ എടുക്കുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തുറന്ന് ഒരു നുള്ള് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഞാൻ ഇതിലിട്ടു. മൂന്നാമത്തേൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ്, ഇതിൽ എയർ സ്റ്റോൺ ഞാൻ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിൽ എയർ സ്റ്റോൺ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൽ പോണ്ടിൽ നിന്നുമുള്ള വെള്ളമാണ് ഞാൻ നിറയ്ക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ബക്കറ്റിലും മൂന്നാമത്തെ ബക്കറ്റിലും പോണ്ടിൽ നിന്നുള്ള വെള്ളം നിറയ്ക്കാൻ പോവുകയാണ്.
ശ്രദ്ധിക്കണം കൂട്ടുകാരെ, ഇതില് കോൺസെൻട്രേഷൻ കൂടുതലാണ്. നോക്കൂ, നമ്മൾ കൈ മടക്കി ഇങ്ങോട്ട് മുക്കുമ്പോൾ കൈ കാണാൻ തന്നെയില്ല. അപ്പോൾ അതിനർത്ഥം ഇതിൽ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്. ഇത് ഡൈല്യൂട്ട് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് മാറ്റലാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ആദ്യത്തെ ബക്കറ്റിൻ്റെ മുകളിൽ, ആദ്യത്തെ ബക്കറ്റ് ഞാൻ കാലിയാണ് വെച്ചിട്ടുള്ളത്, അതിൻ്റെ മുകളിൽ ഞാൻ ഒരു വല വെച്ചിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ബക്കറ്റിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അയോഡിൻ ഇല്ലാത്ത ഒരു പിടി ഉപ്പാണ് നമ്മൾ ഇതിലിട്ടുള്ളത്. മൂന്നാമത്തെ ബക്കറ്റിൽ വളരെ ഡൈല്യൂട്ട് ഫോമിൽ, അതായത് കൈയെ മുക്കി പിടിച്ച് കഴിഞ്ഞാൽ കൈയിൻ്റെ വെള്ള കാണാവുന്ന തരത്തിലുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ ആണ് ഇപ്പോൾ അതിലുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 20 മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ച, ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ട് വെച്ചിട്ടുള്ള മീൻകുട്ടികളെ ഇതിലേക്ക് എങ്ങനെയാണ് നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കവറെടുത്തു, കവർ തുറന്നു. നേരെ ഇതിൻ്റെ അടിഭാഗത്ത് പിടിച്ച് ഞാൻ നേരെ തിരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊന്നും മത്സ്യക്കുട്ടികൾ ഇല്ല എന്നുള്ളത് ഞാൻ ഉറപ്പുവരുത്തി. ഇതിൻ്റെ ഇടയിൽ, ഇതിൻ്റെ ഈ ഗ്യാപ്പ്, ഈ ചുളിവുകളിലൊക്കെ മത്സ്യക്കുട്ടികൾ ഇരിക്കാൻ സാധ്യതയുണ്ട്. അതൊന്നും ഇല്ല എന്നുള്ളത് ഞാൻ ഉറപ്പുവരുത്തി. എന്നിട്ട് ആദ്യത്തെ ബക്കറ്റിൽ, കാലി വെച്ചിട്ടുള്ള ആദ്യത്തെ ബക്കറ്റിലേക്ക് ഞാൻ തട്ടുകയാണ്. ആദ്യത്തെ ബക്കറ്റിലേക്ക് തട്ടി കുട്ടികളെല്ലാം നമുക്ക് ഈ വലയിൽ കിട്ടി. ഇതിനെ ഞാൻ ഉപ്പ് വെള്ളത്തിൽ 5 സെക്കൻഡ് വെക്കാൻ പോവാണ്. 1, 2, 3, 4, 5 സെക്കൻഡ് ഞാൻ ഉപ്പ് വെള്ളത്തിൽ വെച്ചു. അത് കഴിഞ്ഞ് കോരി ഞാൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷനിൽ ഇടുകയാണ്. ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷനിൽ 5 മിനിറ്റാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. 5 മിനിറ്റ് നിക്ഷേപിച്ചതിന് ശേഷം കുട്ടികളെ മാത്രം കോരി പോണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന രീതിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലൈനിലിട്ടുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ കുട്ടികളെ മാത്രമാണ് പോണ്ടിലേക്ക് നിക്ഷേപിക്കാൻ പോകുന്നത്. കുട്ടികളെ മാത്രമായിട്ട് പോണ്ടിലേക്ക് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ എയറേഷൻ ട്യൂബ് ഞാൻ മാറ്റി ഈ പാത്രത്തിൽ നിന്ന് കുട്ടികളെ വീണ്ടും വലയിലേക്ക് കോരി. ഇത് ഏകദേശം 3000 കുട്ടികളാണ്. ഇതിൽ 1 or 2 ആണ് ആകെ കൂടി ചത്തിട്ടുള്ളത്. വളരെ നല്ല ക്വാളിറ്റി സീഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ കുട്ടികളെ ഞാൻ നേരെ പോണ്ടിലേക്ക് നിക്ഷേപിക്കാൻ പോവുകയാണ്. കോരിയെടുത്തു. പോണ്ടിൻ്റെ വെള്ളമായിട്ട് നമ്മൾ അഡ്ജസ്റ്റഡ് ആണ്, എയറേറ്റഡ് ആയിട്ടുള്ള കിടക്കുന്ന പോണ്ടാണ്. അതിലേക്ക് തുറന്നു വിട്ടു. വളരെ ഹെൽത്തി ആയിട്ട് ഓടി നടക്കുന്നത് നമുക്ക് കണ്ടാൽ അറിയാം.
മീൻ കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക ഈ നമ്പറിൽ. സാജൻ ഡേവിഡ്,